ദക്ഷിണ അമേരിക്കയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന അതിവിശാലമായ ഒരു വനപ്രദേശം. ഏതാണ്ട് 16,000 വൃക്ഷങ്ങളും 1 കോടിയിലേറെ ജീവജാലങ്ങളും വസിക്കുന്ന വളരെ സുന്ദരമായ ഭൂമിയിലെ ഒരിടം. എന്നാൽ ഇതിന്റെ മനോഹാരിതയ്ക്കിടയിൽ നമുക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ഒട്ടനവധി നിഗൂഢമായ കാര്യങ്ങളും അതിനപ്പുറം വലിയ അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വെൽക്കം ടു ദ മിസ്റ്റീരിയസ് ലാൻഡ് ഓഫ് ആമസോൺ. ഏതാണ്ട് 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ഓക്സിജന്റെ 20% ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആമസോൺ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ആമസോൺ മഴക്കാടുകൾക്ക് നമ്മുടെ ഭൂമിയിലെ മൊത്തം കാലാവസ്ഥ നിയന്ത്രിക്കാനും നമ്മൾ ഉൾപ്പെടുന്ന ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ശ്വസിക്കാനുള്ള ഓക്സിജൻ നൽകാനും സാധിക്കുന്നു. ആമസോൺ മഴക്കാടുകളുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ നിരന്തരമായി മഴകൾ പെയ്യുന്നു എന്നതാണ്. ഇങ്ങനെ പെയ്യുന്ന മഴ കാരണം കൂടുതൽ സസ്യങ്ങൾ വളർത്തിയെടുക്കാനും ആമസോൺ നദിയെ ജലത്താൽ പോഷിപ്പിക്കാനും ഈയൊരു വനത്തിന് സാധ്യമാകുന്നു. നിലവിൽ ആമസോൺ മഴക്കാട് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവജാലങ്ങളുടെ ഒരു വലിയ സംഹാര ലോകമാണ്. ഏതാണ്ട് 390 ബില്യൺ മരങ്ങൾ, 40,000 സസ്യങ്ങൾ, 1300 തരം പക്ഷികൾ, 430-ലേറെ തരം മാമൽസ്, ലക്ഷക്കണക്കിന് ഇൻസെക്റ്റുകൾ, അതിലുപരി നമുക്ക് ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കിന് സ്പീഷീസുകളും ആമസോൺ മഴക്കാടുകളിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. അതിമനോഹരമായ ബ്ലൂ മോർഫോ, പാരഡീസ് ടെനേജർ, സ്കാർലെറ്റ് മാക്കോ, ബ്ലൂ ആൻഡ് യെല്ലോ മാക്കോ, ടൗക്കൻസ്, റെഡ് ഐ ട്രീ ഫ്രോഗ്സ്, പിഗ്മി മാർമോസ് എന്നീ ജീവികളൊക്കെ കണ്ണിന് കുളിർമയേകുന്ന ആമസോൺ വനത്തിലെ അതിമനോഹരമായ കാഴ്ചകളാണ്. എന്നാൽ ഇത്തരം മനോഹരമായ കാഴ്ചകൾക്കിടയിൽ പതിയിരിക്കുന്ന ഒട്ടനവധി അപകടകാരികളായ ജീവികളും ആമസോൺ വനത്തിനുള്ളിലുണ്ട്. ഏറ്റവും വലിയ ഇരപിടിയന്മാരായ ജാഗ്വറുകൾ, ബ്ലാക്ക് കൈമനുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ ഗ്രീൻ അനാക്കോണ്ട, ഉഗ്രവിഷമൂർത്തികളായ അമേരിക്കൻ പിറ്റ് വൈപ്പേഴ്സ്, ആമസോണിയൻ ജയന്റ് കാൻഡിപാഡ്സ്, കടിച്ചാൽ 24 മണിക്കൂറോളം കഠിന വേദനയുണ്ടാക്കുന്ന ബുള്ളറ്റ് ആൻഡുകൾ, വിഷകാരികളായ ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡേഴ്സ്, പോയിസൺ ഫ്രോഗ്സ്, ആമസോൺ നദിയിലെ വലിയ ഷോക്കടിപ്പിക്കുന്ന ഇലക്ട്രിക് ഈലുകൾ, ഏതൊരു മാംസവും നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കുന്ന പിരാനകൾ എന്നിവയൊക്കെ ആമസോൺ മഴക്കാട്ടിലെ ഏറ്റവും അപകടകാരികളായ ജീവികളാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഏതാണ്ട് 400ഓളം ഗോത്രവർഗങ്ങൾ ആമസോൺ മഴക്കാടുകളിൽ ജീവിച്ചു വരുന്നുണ്ട്. ഇവർക്ക് ഈ വനത്തെക്കുറിച്ചും ഈ വനത്തിലുള്ള വളരെ മൂല്യമാർന്ന മരുന്നുകളെക്കുറിച്ചും കൃത്യമായി അറിവുള്ളവരാണ്. ഇതിൽ ഒട്ടുമിക്ക ഗോത്രവർഗങ്ങളും പുറം ലോകവുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്തവരാണ്. എന്നാൽ ഇതിൽ ചില ഗോത്രങ്ങൾ പൂർണ്ണമായും നരഭോജികളാണെന്ന് പറയപ്പെടുന്നു. ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വെറും ഒരു വനം മാത്രമല്ല, മറിച്ച് ഒരുപാട് ജീവജാലങ്ങളും സസ്യങ്ങളുമെല്ലാം അടങ്ങിയ വലിയൊരു എക്കോസിസ്റ്റം തന്നെയാണ്. നിലവിൽ നമുക്ക് ആമസോൺ മഴക്കാടുകളെ കുറിച്ചുള്ള അറിവുകൾ വളരെ പരിമിതമാണ്. കാരണം നമുക്ക് ആമസോൺ മഴക്കാടുകളെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഉൾക്കാടുകളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്.
എന്നാൽ അത് ഏറെക്കുറെ അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ പ്രധാന കാരണം ആമസോൺ ഉൾക്കാടുകളിൽ പതിയിരിക്കുന്ന നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന വലിയ അപകടങ്ങളാണ്. എന്നാൽ ഭാവിയിൽ നമുക്ക് അന്നത്തെ നൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ച് ആമസോൺ ഉൾക്കാടുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കാൻ സാധിച്ചേക്കാം. സോ ആമസോൺ മഴക്കാടിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.